Hey guys, welcome back to my YouTube channel. My name is Lija Jun. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറേ നാളായിട്ട് നമ്മുടെ ലൈവിലും അല്ലാതെയൊക്കെ ഒത്തിരി പേര് ചോദിക്കുന്ന ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. അതായത് ഒരു പ്രെയർ. ആ ഒരു പ്രെയർ എന്താണെന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. അതായത് ഇപ്പം എന്നോട് ഡെയിലി സംസാരിക്കുന്ന ഒരുപാട് പേര് പറയുന്ന ഒരു പ്രോബ്ലം ആണ്, ലൈഫിൽ എന്തൊക്കെ ചെയ്തിട്ടും എനിക്ക് സക്സസ് ആവാൻ പറ്റുന്നില്ല, എൻ്റെ പ്രോബ്ലംസ് എന്നെ ഒന്നിനും അനുവദിക്കുന്നില്ല, എനിക്ക് എല്ലാ ദിവസവും പ്രശ്നങ്ങളുടെ ഒരു ഘോഷയാത്രയാണ്, എനിക്ക് ലൈഫിൽ സക്സസ് ആവാൻ പറ്റുന്നില്ല, ഒരു കോൺഫിഡൻസ് ഇല്ല, ഒന്നുമില്ല, മോട്ടിവേഷൻ കിട്ടുമ്പോൾ മാത്രം എന്തെങ്കിലുമൊക്കെ ചെയ്യും, ബട്ട് അതിലെനിക്ക് കൺസിസ്റ്റൻ്റ് ആവാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ചിലവർ പറയുന്നത് എനിക്ക് എല്ലാ ദിവസവും പ്രോബ്ലംസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, എൻ്റെ ലൈഫിലേക്ക് അൺലിമിറ്റഡ് പ്രോബ്ലംസിൻ്റെ ഒരു ഫ്ലോ ആണ് നടക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം മാറ്റിയിട്ട് നമ്മുടെ ലൈഫ് ഭയങ്കര പോസിറ്റീവായിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു അടിപൊളി പ്രയറിൻ്റെ കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. പലർക്കും അറിയാം, ഒരുപാട് പേര് കുറേ വർഷങ്ങളായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു പ്രെയർ എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമായിരിക്കും. അപ്പോൾ ഞാൻ ആദ്യം പറയാൻ പോകുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇതുപോലെ ലൈഫിൽ എന്തെങ്കിലും പേഴ്സണൽ ഇഷ്യൂസ് ഒക്കെ ഫേസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളോട് ഓപ്പൺ ആയിട്ട് സംസാരിക്കാം, നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നമ്മളോട് ഷെയർ ചെയ്യാം, എന്നോട് ഷെയർ ചെയ്യാം. അപ്പം നമ്മളൊരു പ്രോപ്പർ ഗൈഡൻസ് നിങ്ങൾക്ക് തരും. നിങ്ങൾ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു കറക്റ്റ് ഗൈഡൻസ് ആണ് നമ്മൾ തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഗൈഡൻസ് എടുക്കണം എന്ന താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഇനി വേറൊരു കാര്യം, നമുക്കൊരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്. ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ഡെയിലി നമ്മൾ വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യണമെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാവേ. ഇതാ എൻ്റെ റൂമിലെ മൂണാട്ടോ ഇത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന പ്രെയർ, അതെ, അത് വേറൊന്നുമല്ല, അത് ഹോപ്പോണോ പ്രെയറാണ്. ഹോപ്പോണോ പ്രെയർ. അപ്പോൾ ഇത് പലരും കേട്ടിട്ടുണ്ടാവും. നമുക്ക് യൂട്യൂബിൽ തന്നെ ഒരുപാട് വീഡിയോസ് ഇതിൻ്റെ അവൈലബിൾ ആയിട്ടുണ്ട്, ഹോപ്പോണോ പ്രെയറിൻ്റെ. ഇത് ആക്ച്വലി ഒരു ഹവായ് എന്ന് പറയുന്ന ഒരു ഐലൻഡ് ഉണ്ട്. അവിടുത്തെ ജനങ്ങൾ കുറേ വർഷങ്ങളായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അഫർമേഷൻ എന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരു പ്രെയറിനെ. അതുകൊണ്ട് തന്നെ അവർ വളരെ ഹാപ്പിയാണ്, അവരുടെ ലൈഫിൽ അവർക്ക് എന്ത് വേണമെങ്കിലും ഈസിലി അച്ചീവബിൾ ആണ്. അപ്പം അങ്ങനെ നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾക്ക് അൺസ്റ്റോപ്പബിൾ ആയിട്ട് മാറ്റിയെടുക്കാൻ പറ്റും ഈ ഒരു അഫർമേഷൻ നിങ്ങൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്നത് വഴി. അതുപോലെ തന്നെ എന്നോട് പറയുന്ന പലരും, ബിഗിനേഴ്സ് ആയിട്ടുള്ള പലരും പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ എത്രയൊക്കെ ശ്രമിച്ചിട്ടും എനിക്കൊന്നും അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്കത് പറ്റുന്നില്ല, അത് എന്തുകൊണ്ടാണ് എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട്. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് നിങ്ങളുടെ വൈബ്രേഷണൽ ഫ്രീക്വൻസി വളരെ ലോ ആണ്. അതിൻ്റെ റൂട്ട് കോസ് എന്ന് വെച്ചാൽ, പലരും എപ്പോഴും പറയും ഞാൻ എല്ലാവരോടും ക്ഷമിക്കും, ഞാൻ എല്ലാവരോടും എല്ലാ കാര്യങ്ങൾക്കും മാപ്പ് കൊടുക്കും എന്നൊക്കെ. പക്ഷേ ഇത് റിയാലിറ്റിയിൽ വരുന്നില്ല. നമ്മുടെ മനസ്സിൽ എവിടെയെങ്കിലും നമ്മൾ ആരോടെങ്കിലും ചെറിയൊരു പേഴ്സണൽ ഗ്രഡ്ജ് കീപ്പ് ചെയ്യുന്നുണ്ടാവും. അത് മനുഷ്യ സഹജമായിട്ടുള്ള ഒരു കാര്യമാണ് കേസ്. അപ്പം നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും വെക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ എന്ത് ചെയ്യുക, എടുത്ത് മാറ്റുക. അത് മാറ്റിയാൽ മാത്രമേ നിങ്ങളുടെ ഒരു വൈബ്രേഷണൽ ഫ്രീക്വൻസി ഹൈ ആവുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു പ്രെയറിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നോക്കാം. ഇതെങ്ങനെയാണ് പറയേണ്ടത്, എത്ര ദിവസം പറയണം, എത്ര തവണ പറയണം എന്ന് നമുക്ക് നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ഹോപ്പോണോ പ്രെയറിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നോക്കാം. ഇതിൽ 4 അഫർമേഷൻ അല്ലെങ്കിൽ 4 സെൻറ്റൻസസ് ആണ് ഉള്ളത്. ഐ ആം സോറി, പ്ലീസ് ഫോർഗിവ് മീ, താങ്ക് യു, ഐ ലവ് യു. ഐ ആം സോറി, പ്ലീസ് ഫോർഗിവ് മീ, താങ്ക് യു, ഐ ലവ് യു. അതായത് നമ്മൾ എപ്പോഴും സോറി പറയാൻ ശീലമാക്കുക, സോറി പറയുന്നത് ശീലമാക്കുക. സോറി പറയുന്നത് വഴി നമ്മളിലേക്ക് പോസിറ്റീവായിട്ടുള്ള വൈബ്രേഷൻസ് വന്നുകൊണ്ടേയിരിക്കും. നമ്മുടെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇതിലൂടെ നമുക്ക് എടുത്തു മാറ്റാം. ഫസ്റ്റ് നമ്മൾ നമ്മളോട് തന്നെ സോറി പറഞ്ഞ് ശീലിക്കുക. ദെൻ അതിനുശേഷം നിങ്ങൾക്ക് ആരോടെങ്കിലും ദേഷ്യമുണ്ടോ, പറ്റുമെങ്കിൽ അവരോട് നേരിട്ട് സോറി പറയുക. ഇനി പറ്റുന്നില്ല, എനിക്ക് തീരെ പറ്റുന്നില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ മനസ്സിലെങ്കിൽ ആ ഒരു വ്യക്തിയോട് സോറി പറയാം. അതുപോലെ പ്ലീസ് ഫോർഗീവ് മീ, അതും ഈ ഒരു ഫോർഗീവ്നെസ്, ക്ഷമ ചോദിക്കുന്നതിൻ്റെ പാത്ത് തന്നെയാണ്. ദെൻ അതിനുശേഷം നമ്മൾ പറയുന്നത് താങ്ക് യു പറയുന്നതിൻ്റെ ഇമ്പോർട്ടൻസ്, ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മുടെ എല്ലാ വീഡിയോസിലും നമ്മൾ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ താങ്ക് യു പറയുന്നത് ശീലമാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും താങ്ക് യു പറയാനുള്ള അവസരങ്ങൾ വന്നു ചേരും. ദെൻ ഏറ്റവും ലാസ്റ്റ് ഐ ലവ് യു. നമ്മൾ എന്തിനെ സ്നേഹിച്ചാലും അത് നമ്മളിൽ എക്സ്പാൻഡ് ആയിക്കൊണ്ടിരിക്കും. സോ നിങ്ങൾക്ക് ആരോടെങ്കിലും ഗ്രഡ്ജസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഐ ലവ് യു എന്ന് മനസ്സിൽ പറയുക ആ ഒരു വ്യക്തിയോട്. അതുപോലെ തന്നെ ഇത് നമുക്ക് അപ്ലൈ ചെയ്യാൻ
ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ, നിങ്ങൾക്ക് ഒരുപാട് ഫിനാൻഷ്യൽ ക്രൈസിസ് ഉള്ള ഒത്തിരി പേര് നമ്മളെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഒരു കറൻസി നോട്ട് അല്ലെങ്കിൽ ഒരു കോയിൻ കയ്യിലെടുത്ത് പിടിച്ചുകൊണ്ട് ഈ അഫർമേഷൻസ് പറയാം. ഇനി നിങ്ങളുടെ ഒരു എക്സിനെ അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡിനെ, പാർട്ട്ണറിനെ, ബോയ് ഫ്രണ്ടിനെ, ഗേൾ ഫ്രണ്ടിനെ, നിങ്ങളുടെ വൈഫിനെയൊക്കെയാണ് നിങ്ങൾക്ക് ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുപോകണമെങ്കിൽ അവരുടെ ഫോട്ടോ നിങ്ങൾക്ക് കയ്യിൽ മൊബൈലിലോ വല്ലതും പിടിച്ചിട്ട് ഈ ഒരു അഫർമേഷൻസ് പറയാം. ഇത് നിങ്ങൾ 21 ഡേയ്സ് ഒന്ന് പറഞ്ഞ് ശ്രമിച്ചു നോക്കുക. പിന്നെ എപ്പോഴാണ് പെർഫെക്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ ഏർലി മോർണിംഗ് അല്ലെങ്കിൽ ആഫ്റ്റർ 6 PM. ഇതാണ് ഏറ്റവും പെർഫെക്റ്റ് ടൈം എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ടൈമാണ് നിങ്ങൾക്ക് ഓക്കെ എങ്കിൽ നിങ്ങൾക്ക് അതും ചെയ്യാവേ. അപ്പോൾ ഈ ഒരു പ്രെയർ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നത് വഴി നിങ്ങളുടെ ലൈഫിൽ മിറാക്കുലസ് ചേഞ്ചസ് വരും ഗൈസ്, ട്രസ്റ്റ് മീ. അപ്പോൾ എൻ്റെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് എനിക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. നമ്മുടെ ലിസണേഴ്സിൽ ഒത്തിരി പേർക്ക് ഈ ഒരു പ്രെയർ ഇത് അഫം ചെയ്യുന്നത് വഴി ഒത്തിരി ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടെന്ന് ഡെയിലി നമ്മളോട് പറയുന്നതാണ്. അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, ഇത്ര ഉള്ള ഒരു വീഡിയോ കുഞ്ഞൊരു വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ഷെയർ ചെയ്തതെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നിങ്ങൾക്ക് പേഴ്സണൽ ആയിട്ടുള്ള കൺസൾട്ടേഷൻ ആവശ്യമുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ കോൺടാക്ട് മീ. അതുപോലെ നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ, ഹാവ് എ നൈസ് ഡേ.